ഓക്കെ, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോൺ ആൻഡ് ഡെപ്റ്റ് ഇൻ ഇസ്ലാമിക് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ലോൺ ആൻഡ് ഡെപ്റ്റ് എന്നല്ല, ലാസ്റ്റ് ഒരു മൊഡ്യൂളും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, നമുക്കൊരു സാധാരണ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കടം കൊടുക്കുക അല്ലെങ്കിൽ ഡെപ്റ്റ് കൊടുക്കുന്നതിന് നമുക്ക് എന്ത് വാങ്ങും? പൊതുവെ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റത്തിൽ എന്ത് വാങ്ങും? പലിശ വാങ്ങിയിട്ടാണ് അതിൻ്റെ പ്രോസസ്സ് ചെയ്യാറുള്ളത്. കൺവെൻഷണൽ ബാങ്ക് റിസീവ് മണി ഫ്രം ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ലെൻഡ് ഇൻ ടു ദ ബോറോവേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് വാങ്ങിയിട്ട് അതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യാറുള്ളത്? നമുക്കറിയാം, ഒരു ബാങ്കിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്ററുടെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തിട്ട് ആ ക്യാഷാണ് ആരിലേക്ക്? ബോറോവേഴ്സിലേക്ക് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത്. ആ ഇൻട്രസ്റ്റ് ആണ് അവിടെ എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ഇസ്ലാമിക് ബാങ്ക് ഈസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ്. പക്ഷെ ഇസ്ലാമിക് ബാങ്കിൽ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് സിസ്റ്റം ആണ് നടക്കുന്നത്. എന്താണ്? PLS, പ്രോഫിറ്റ് ലോസ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റമാണ്, പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിക് ഫിനാൻസിൽ നടക്കുന്നത്. ഓർ മോഡ്സ് ദാറ്റ് കുൽമിനേറ്റ് ഇൻ ഡെറ്റ്സ് ദാറ്റ് ഡു നോട്ട് കാരി ഇൻട്രസ്റ്റ്. പലിശ ഇല്ലാതെ ഒരു പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് PLS സിസ്റ്റം ആണ് അവിടെ നടക്കുന്നത്, ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നടക്കുന്നത്. ദേ മൊബിലൈസ് ഡെപ്പോസിറ്റ് ജനറലി ഓൺ ദ ബേസിസ് ഓഫ് പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ്. നമുക്കറിയാം, നമ്മളെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫാർമേഴ്സിനാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ബാങ്കിനെ അപേക്ഷിച്ച് ഇസ്ലാമിക് ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. ഒരു റിബ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് എന്തായിട്ട് മാറി? അത് ബാങ്കിങ് ആക്ടിവിറ്റി ആണെങ്കിലും ഏതൊരു ആക്ടിവിറ്റിയാണ് അത് എന്തായിട്ട് മാറി? ഹറാമായിട്ട് മാറി. They mobilize deposit generally on the basis of profit loss sharing with the expectation of small portion comprising current deposit that are generally treated as loan and in some case വദിയ അൽ അമാന. വദിയ അൽ അമാനൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് എന്ത് കടം കൊടുക്കും? പ്രോഫിറ്റ് എമൗണ്ട് കൊടുക്കുന്നതിന് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്, ഇസ്ലാമിക് ഫിനാൻസിൽ വരുന്നത്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് വദിയ അൽ അമാന, ട്രസ്റ്റ്, വിശ്വാസത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ലോൺ ക്രിയേറ്റ് ഓൺ ദ അസറ്റ് സൈഡ്. ഇസ്ലാമിക് ബാങ്ക് യൂസ് PLS as well as ഡെപ്റ്റ് ക്രിയേറ്റിംഗ് മോഡ്സ് ബേസ്ഡ് ഓൺ ട്രേഡിംഗ് ആൻഡ് ലീസിങ് ആക്ടിവിറ്റി. ലീസിങ് അല്ലെങ്കിൽ ട്രേഡിംഗ് പ്രോസസ്സിലൂടെയാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ലോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. Okay, in Sharia, loaning is a virtuous act that does not provide for any compensation for the use of lent money. മണി ലെൻഡ് ചെയ്യുന്നതിന് ഒരു കോമ്പൻസേഷനും ഇതിൽ വാങ്ങുന്നില്ല, ഇസ്ലാമിക് ഫിനാൻസിൽ വാങ്ങുന്നില്ല. This implies that the person who takes a loan obligated to pay only the principal and any demand later and excess would make the loan usurious. അപ്പോൾ എന്താണ്, ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് മാത്രമാണ് അവിടെ ഇതാവുന്നുള്ളൂ? ആ ബേസിക് ആയിട്ട് അയാൾ വാങ്ങിയിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അയാൾ തിരിച്ചടക്കുന്നുള്ളൂ. ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ create debt as they provide a credit facility in the form of credit sale or lease of asset. നമ്മൾ ഇജാറ പഠിച്ചു, ലീസിങ് പഠിച്ചു, ക്രെഡിറ്റ് സെയിലും പഠിച്ചു. ഈ സമയങ്ങളിൽ മാത്രമാണ് പൊതുവെ ഇസ്ലാമിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡെപ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഒരാൾ ഒരു ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിൽ അധികമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ലോൺ ഉസൂരിയസ് ആയിട്ട് മാറി. അതൊരു കൊള്ള പലിശ ആയിട്ട് മാത്രമാണ് കണക്കാക്കുക. ഉസൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള പലിശ. ഓക്കെ, in Islam, providing loan is a virtuous act that does not call for any sort of compensation to be provided for the provision of the loaned item.
ലോൺ കൊടുത്തതിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു അഡീഷണൽ കോമ്പൻസേഷൻ അതിന് എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിക് ഫിനാൻസിൽ ചാർജ് ചെയ്യുന്നില്ല. അയാൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ടോ ഓർ ഡിമാൻഡ് ഫ്രം ദ ക്രെഡിറ്റർ ഫോർ കോമ്പൻസേഷൻ എക്സസ് വുഡ് ലീഡ് ടു റിബ ഇൻ വിച്ച് ഈസ് ഫോർബിഡൻ. ഇപ്പം നിങ്ങൾ ഒരാൾക്ക് കടം കൊടുത്തു, ഡെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, ഇറ്റ് ഷുഡ് ബി ലീഡ് ടു റിബ. അതെന്തായിട്ട് മാറി, റിബ ആയിട്ട് മാറി, അത് ഉസൂരിയസ് കൊള്ളപ്പലിശ ആയിട്ട് മാറി. ഇൻ വിച്ച് ഈസ് ഫോർബിഡൻ, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിക് ഫിനാൻസിൽ ഫോർബിഡൻ ചെയ്ത് വിലക്കപ്പെട്ടിട്ട് ഉള്ളതാണ്. Thus, debt contract in classified as non-commutative or gratuitous. ഉക്കൂത് നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഹൈറു മുആവദ ഗ്രാജുഷ്യസ് ആണ്. എന്താണ്, ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് നന്മ ഉദ്ദേശിച്ച് കൊടുക്കുക. അതാണ് ഇസ്ലാമിക് ഫിനാൻസിലെ ഡെപ്റ്റ് കോൺട്രാക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മെയിനായിട്ട് 3 ടെക്നോളജീസ് ആണ് ഡെപ്റ്റ് ക്രിയേഷനിൽ ഉപയോഗിക്കുന്നത്. കർദ്, സെലഫ്, അരിയ ആൻഡ് ദൈൻ. ഇങ്ങനെ 4 കൺസെപ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ഈ ലോണിങ്ങുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതിൽ കർദ് എന്താ നോക്കാം. കോൺട്രാക്റ്റിന് പറയുന്ന പേര് നമ്മൾ പഠിച്ചതാണ് അഖദ്. കർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണിനെ സിമ്പിളായിട്ട് പറയുന്നതാണ് എന്ത്, കർദ് എന്ന് പറയുന്നത്. ഇൻ ഇസ്ലാമിക് ലോ, ലോൺസ് ആർ പെർമിറ്റഡ് ആസ് എ ഫോം ഓഫ് ചാരിറ്റി. ഒരു ചാരിറ്റിന്റെ രീതിയിലാണ് എന്തിനെ പരിഗണിക്കുന്നത്, ലോണിനെ പരിഗണിക്കുന്നത്. വെർ ദ ലെൻഡർ ഗിവ്സ് അപ്പ് യൂസേജ് ഓഫ് ദ ഗുഡ്സ് ഫോർ ദ പീരീഡ് ഓഫ് ലോൺ. ഇപ്പോൾ 6 മാസത്തിന് അല്ലെങ്കിൽ 1 വർഷത്തിനായിട്ട് എന്താണ്, ആ പീരീഡിലേക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിനാണ് ശരിക്കും എന്തായിട്ട് പരിഗണിക്കുന്നത്, കർദായിട്ട് പരിഗണിക്കുന്നത്. കർദ് ലിറ്ററലി മീൻസ് ഇൻ അറബിക് ടു കട്ട്. ടു കട്ട് എന്നുള്ളതാണ് അതിൻ്റെ അറബിക് വേർഡ് ആയിട്ടുള്ള കർദിന്റെ മീനിങ്. അക്കോർഡിംഗ് ടു മുസ്ലിം ജൂറിസ്റ്റ്, ഇറ്റ് ലീഗലി ഇംപ്ലൈസ് ഗിവിംഗ് ഓഫ് എനിത്തിങ് വിത്ത് വാല്യൂ ഓഫ് ദ ഓണർഷിപ്പ് ഓഫ് അനദർ so that the receiver may available the benefit of the lent item with the condition that the same item or its equivalent should be returned to the lender on demand or at specified future date. അപ്പം നിങ്ങളുടെ കയ്യിലൊരു വീടുണ്ട്, അപ്പം നിങ്ങൾ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു വീട് അയാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പം എപ്പോഴാണോ ആ ലെൻഡർ ഡിമാൻഡ് ചെയ്യുന്നത്, അപ്പം ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കുക ഓണർക്ക്. അല്ലെങ്കിൽ അയാൾ എന്താണോ കൊടുത്തത് അതേ സാധനം ആ ഒരു കാലാവധി കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഓണർക്ക് തിരിച്ച് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്, ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ലോണിങ്ങിൽ നടക്കുന്നത്. അതിനെ പറയുന്ന പേരാണെന്ത്, കർദ് എന്ന് പറയുന്നത്. കർദ് ഈസ് ദ ലോൺ വിച്ച് എ പേഴ്സൺ ഗിവ്സ് ടു അനദർ ഹാസ് ഹെൽപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് സഹായിക്കുക, ഒരാൾക്ക് ഹെൽപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ചാരിറ്റി ഓർ ആൻ അഡ്വാൻസ് ഫോർ എ സർട്ടൻ ടൈം. ചില എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനൊക്കെ എന്ത് ചെയ്യുക, അഡ്വാൻസ് ക്യാഷ് കൊടുക്കുക. അപ്പോഴാണോ അതിൻ്റെ ഓണർ അത് തിരിച്ചു ചോദിക്കുന്നത്, അപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അയാൾ എന്താണോ കൊടുത്തത് അതേപോലെ റിട്ടേൺ കൊടുക്കുക. ഇതിനാണ് എന്ത് പറയുന്നത്, കർദ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെലഫ് അല്ലെങ്കിൽ സുലഫ എന്നൊക്കെ പറയാം. ദിസ് ലിറ്ററലി മീൻസ് എ ലോൺ വിത്ത് നോ പ്രോഫിറ്റ് കൺസിഡറേഷൻ ഫോർ ദ ക്രെഡിറ്റർ. എന്താണ്, ക്രെഡിറ്ററുടെ കയ്യിൽ നിന്നും ക്രെഡിറ്റർ എന്താണ്, ഒരു കോമ്പൻസേഷനും പ്രതീക്ഷിക്കാതെ ഒരു പ്രോഫിറ്റും കൺസിഡർ ചെയ്യാതെ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സെലഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോൺ ഹൗവർ എക്സ്റ്റെൻഡഡ് ടു എ സ്പെസിഫൈഡ് പീരീഡ് ആൻഡ് മേ നോട്ട് ബി ഡിമാൻഡഡ് ഏർലിയർ ദാൻ ദ സ്പെസിഫൈഡ് ടൈം. നിങ്ങൾ 1 വർഷത്തിനാണ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തെന്ന് വിചാരിക്കുക, അതിനു മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല, അത് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. The difference between Qard and Salaf is that Qard is payable whenever it may be demanded, but Salaf is a loan for a fixed time. Qardil നമ്മൾ പറഞ്ഞിരുന്നു, എപ്പോഴാണോ അതിൻ്റെ ഓണർ അത് ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം, അത് തിരിച്ച് കൊടുക്കണം. പക്ഷെ സെലഫിൽ എന്താണ്, നിങ്ങൾ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്, നമ്മൾ പറഞ്ഞു ചാരിറ്റി അല്ലെങ്കിൽ ഒരാൾക്ക് സഹായം കൊടുക്കുമ്പോൾ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് 6 മാസം അല്ലെങ്കിൽ 1 ഇയർ കൃത്യമായിട്ടുള്ള പീരീഡിലേക്ക് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സെലഫ് എന്ന് പറയുന്നത്. അതിന്റെ മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല, അത് തിരിച്ച് ചോദിക്കാൻ പാടില്ല. ഇതിനാണ് സെലഫ് അല്ലെങ്കിൽ സുലഫ.
ഈ സെലഫ് മെയിൻലി യൂസ് ചെയ്യുന്നത് it is just an advance payment for future compensation which is mainly used in asset purchase or transfer. ഇപ്പോൾ ഒരാൾക്കൊരു കമ്പനി തുടങ്ങണം, അപ്പോൾ അതിക്ക് എന്തെങ്കിലും മെഷീനറി വേണം, അല്ലെങ്കിൽ ഒരു കൃഷി തുടങ്ങണം, അതിന് ലാൻഡ് വേണം. അപ്പം അങ്ങനത്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്, സെലഫ് എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ സെലാം പഠിച്ചിരുന്നു, സെലാം കോൺട്രാക്ട് പഠിച്ചിരുന്നു. ഇപ്പോൾ ഒരു കർഷകൻ്റെ എന്ത് ചെയ്യുക, അതൊക്കെ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക, എന്ത് ചെയ്യുക, ഫ്യൂച്ചറിലാണ് അതിൻ്റെ എന്ത് നടക്കുള്ളൂ, ഡെലിവറി നടക്കുള്ളൂ. സെൽഫ് ഈസ് ആൻ അനദർ നെയിം ഫോർ സെലാം വേർ ഇൻ ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് while the commodity or the counter value supplied in the future as specified in the Selam contract that create a liability for the seller. എന്താണ്, ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, നമുക്കൊരു കാർ വേണം, അപ്പോൾ നമുക്ക് അടുത്ത വർഷം മതി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ശരിക്കും സെല്ലർക്ക് എന്താണ്, ശരിക്കും അതൊരു ബാധ്യതയാണ്, ഒരു ലോൺ, ഒരു ലാബിലിറ്റിയാണ്. എന്ത് ചെയ്യുക, ഫ്യൂച്ചറിൽ അതിൻ്റെ ഡെലിവറി നടത്തുക. ഇത്രേ ഉള്ളൂ. അത് എപ്പോഴേ പിന്നെ ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളൊരു ഫിക്സഡ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ മാത്രമേ ക്രെഡിറ്റർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സെലഫും കർദും തമ്മിലുള്ള വ്യത്യാസം. കർദ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെലഫ് ഇൻ ദി എമൗണ്ട് ക്യാൻ ബി ഡിമാൻഡഡ് അറ്റ് എനി ടൈം ഓർ ഇമ്മീഡിയറ്റ്ലി. ഇറ്റ് ഈസ് കാൾഡ് കർദ് ഓർ ലോൺ പേയബിൾ ഓൺ ഡിമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്യണം, അത് തിരിച്ച് അടക്കേണ്ടി വരും. അതിനാണ് എന്ത് പറയുന്നത്, കർദ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അടുത്ത ടൈപ്പാണ് ആരിയ. ആരിയ എന്ന് പറഞ്ഞാൽ it is where one lend a particular commodity to the other for use without any consideration and the borrower has to return the exact same commodity to the lender. ഒരു പരിഗണനയും ഒരു കൺസിഡറേഷനും ഇല്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു വസ്തു ലെൻഡിന് കൊടുക്കുക. വിത്തൗട്ട് എനി കൺസിഡറേഷൻ, നിങ്ങൾ ഒരു കണ്ടീഷനും വെക്കാതെ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ കൊടുക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, ആരിയ എന്ന് പറയുന്നത്. കർദിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, എന്താണ് നമ്മൾ പറഞ്ഞു, സെയിം കമ്മോഡിറ്റി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റീപേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സാക്റ്റ് കമ്മോഡിറ്റി ആയിരിക്കണം കർദിൽ എന്ത് ചെയ്യേണ്ടത്, റീപേയ്മെന്റ് നടത്തേണ്ടത്. The difference between Arya and Kardi is that Kardi is repaid in similar but not the exact loan commodity, whereas in Arya the exact loan commodity is returned. കർദിൽ എന്താണ്, ഒന്നുമില്ല സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. പക്ഷെ ആര്യ എന്ന് പറയുന്നത് ഹാസ് ടു റിട്ടേൺ ദ എക്സാക്റ്റ് സെയിം കമ്മോഡിറ്റി. ഇപ്പം നിങ്ങൾ എന്താണോ കൊടുത്തത് അതേ കമ്മോഡിറ്റി ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, റീപേ ചെയ്യേണ്ടത് ആർക്ക്, ബോറോവർക്ക് അല്ലെങ്കിൽ ലെൻഡർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ബോറോവർ എന്ത് റിട്ടേൺ ചെയ്യേണ്ടത്, ലെൻഡർക്ക് റിട്ടേൺ ചെയ്യാൻ. അയാൾക്ക് ഏത് കമ്മോഡിറ്റി ആണോ കൊടുത്തത് ആ സെയിം കമ്മോഡിറ്റി തന്നെയാണ് റിട്ടേൺ ചെയ്യണം. കർദിൽ എന്ന് പറയുന്നത് ഒന്നിൽ സെയിം കമ്മോഡിറ്റി അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള അതിൻ്റെ റീപേയ്മെൻറ്റ് കൊടുത്താൽ മതി. പിന്നെ വരുന്ന ടൈപ്പാണ് ദെയിൻ. ദെയിൻ ഈസ് നത്തിങ് ബട്ട് എ ഓർഡിനറി ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. സാധാരണ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോണിനെ പറയുന്ന പേരാണെന്ത്, ദെയിൻ എന്ന് പറയുന്നത്. എ ദെയിൻ ഈസ് ഇൻകേർഡ് ഐദർ ബൈ വേ ഓഫ് റെന്റ് ഓർ സെയിൽ ഓർ പർച്ചേസ് ഓർ ഇൻ other way which leaves it is a debt to another. ഒന്നിലെ സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് അല്ലെങ്കിൽ റെന്റ് പ്രോസസ്സിലൂടെ ഒക്കെ എന്ത് നടത്താൻ പറ്റും, ദെയിൻ out to be returned without any profit since they are advanced to help the needy and meet their demand and therefore ഒരാൾ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കൊടുക്കുക, നീഡി പീപ്പിളിനെ സഹായിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ദെയിൻ എന്ന് പറയുന്നത്. Okay, the lender should not impose on the borrower more than what he had lent. അയാൾ എന്താണോ ലെൻഡ് ചെയ്തത് അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് ഡിമാൻഡ്, അതിനേക്കാൾ കൂടുതൽ ഒന്നും ഡിമാൻഡ് ചെയ്യാൻ ആർക്ക് പറ്റൂല, ലെൻഡർക്ക് പറ്റൂല. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ. ഓക്കെ, ദെയിന് പറഞ്ഞു, ആരിയ പറഞ്ഞു, സെലഫ് പറഞ്ഞു, കർദ് പറഞ്ഞു. ഓക്കെ, അടുത്ത് വരുന്നതാണ് റൂൾസ് ഓഫ് ഡെപ്റ്റ് കോൺട്രാക്ട്. ഒരു ഡെപ്റ്റ് കോൺട്രാക്റ്റിന്റെ റൂൾസ് ആണ് പറയുന്നത്. In conventional banking system,
The deposit and investment are collected and invested by those banks in other profitable area or as loan to the needy. ഇപ്പോൾ ഒരു ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റോ കറണ്ട് ഡെപ്പോസിറ്റോ ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് പ്രോഫിറ്റബിൾ ഏരിയയിൽ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാക്കിയുള്ള നീഡി പീപ്പിളിന് എന്തായിട്ട് കൊടുക്കും, ലോണായിട്ട് കൊടുക്കും. അതിന് എന്ത് വാങ്ങും, ഇൻട്രസ്റ്റ് വാങ്ങും. ആ ഇൻട്രസ്റ്റ് ആണ് ആർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ബാങ്കിന് കിട്ടുന്ന പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദിസ് ഇൻവെസ്റ്റഡ് മണി സെർവ് ആസ് ദ സോഴ്സ് ഫോർ ദെയർ എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ്. കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ഈ കിട്ടുന്ന ഇൻട്രസ്റ്റിനെയാണ് എന്തായിട്ട് പരിഗണിക്കുന്നത്, പ്രോഫിറ്റും അവരുടെ എക്സ്പെൻസിന്റെ സോഴ്സ് ഒക്കെ ആയിട്ട് പരിഗണിക്കുന്നത് എന്താണ്, അവർ കിട്ടുന്ന അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഡെപ്പോസിറ്റിന് എന്ത് ചെയ്യും, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലോൺ കൊടുക്കും. അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് അവരെന്ത് പറയുന്നത്, സോഴ്സ് ഓഫ് എക്സ്പെൻസസും പ്രോഫിറ്റും ആയി പരിഗണിക്കുന്നത്. Here bank guarantee the repayment of loan amount and the predetermined percentage interest on the asset side also. Conventional bank mostly takes the form of loan or debt for consumption durable or business activities like working capital finance. അപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങിന് നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ ഡയറക്റ്റ് ഇന്റർമീഡിയേഷൻ ബൈ ദ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഫോർ ഫെസിലിറ്റേറ്റിംഗ് കോർപ്പറേറ്റ് സെക്ടർ ആസ് സംടൈം ടേക്ക് ഫ്രം ദ ഇൻട്രസ്റ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻ ആണ് സാധാരണ ബാങ്കിൽ നടക്കുന്നത്. പക്ഷേ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നടക്കുന്ന പ്രോസസ് എന്ന് വെച്ചാൽ ഇന്റർമീഡിയറി. ഇപ്പോൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ഇപ്പോൾ വേറെ ആൾക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, ഇസ്ലാമിക് ബാങ്ക് പ്രവർത്തിക്കുന്നത്. മറ്റ് കൺവെൻഷണൽ ബാങ്കിനെ പോലെ എന്ത് ചെയ്യുന്നില്ല, റോങ് ബെനിഫിറ്റ് ഇൻട്രസ്റ്റിലൂടെ അല്ലെങ്കിൽ പലിശയിലൂടെയൊക്കെ കൊള്ള പലിശയുടെ ഒന്നും ആര് പ്രോഫിറ്റ് സ്വീകരിക്കുന്നില്ല, ഇസ്ലാമിക് ബാങ്കിൽ സ്വീകരിക്കുന്നില്ല. ഇസ്ലാമിക് ബാങ്ക് ആർ കമ്മിറ്റഡ് ടു ബി ആൾവേസ് ഫ്രീ ഫ്രം ദ റോങ് ബെനിഫിറ്റ്. ഓക്കെ, നോട്ട് മേക്കിംഗ് പ്രോഫിറ്റ് ഔട്ട് മിയർ ലെൻഡിങ് ഓർ റിസീവിങ്. ലെൻഡിങ് അല്ലെങ്കിൽ റിസീവിങ് പ്രോസസ്സിലൂടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിക് ബാങ്കിങ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവർ ഷുഡ് ആക്ട് ആസ് എൻ ഇന്റർമീഡിയറി. ട്രേഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ടാഞ്ചിബിൾ ഗുഡ്സ് അസറ്റ് പർച്ചേസ് ചെയ്യാനതിനൊക്കെ അതിനിടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്, ഇസ്ലാമിക് ബാങ്കിങ് ചെയ്യുന്നത്. Quran recommend witness and documentation for credit transaction. No such written evidence is required except oral witness, and even these oral witnesses can be dispensed with if the parties trust each other for transaction performed on the spot. ഇസ്ലാമിൽ എന്ത് പറയുന്നില്ല, നോ സച്ച് റിട്ടേൺ എവിഡൻസ് ആവശ്യമില്ല എന്നാണ് അവിടെ പറയുന്നത്, ഖുറാനിൽ പറയുന്നത്. ഇസ്ലാമിൽ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് സാക്ഷികൾ ഉണ്ടെങ്കിൽ പോലും അവിടെ എന്താണ്, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്, അള്ളാഹുവിനെ നിലനിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത്. പരസ്പരമായിട്ടുള്ള മ്യൂച്വൽ കൺസെൻറ്റും ട്രസ്റ്റും വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇസ്ലാമിലെ ക്രെഡിറ്റ് ഫെസിലിറ്റി. നമ്മൾ രണ്ട് മെത്തേഡുകൾ അതിൽ നമ്മൾ ചെയ്യാറുണ്ട്, ബൈഉൽ മുഅജ്ജലും അതേപോലെ തന്നെ സലാം കോൺട്രാക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. വേറെ പ്രൈസ് ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ എ സ്പെസിഫൈഡ് കമ്മിറ്റ് ടു ബി ഡെലിവേർഡ് അറ്റ് ആൻ അഗ്രീഡ് ടൈം ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ഒരു 1 കിൻഡൽ നമുക്ക് എന്ത് വേണം, തേങ്ങ വേണം. അപ്പോൾ അടുത്ത വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കിൻഡൽ തേങ്ങ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യും, ആ കർഷകന് നമ്മൾ പേയ്മെന്റ് ഒക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു മെത്തേഡാണ് സലാം നമ്മൾ പഠിച്ചതാണ്. പിന്നെ ബൈഉൽ മുഅജ്ജൽ എന്ന് പറഞ്ഞാൽ സെയിൽ ഫോർ എ പ്രൈസ് ടു ബി പെയ്ഡ് ഇൻ ദി, അതും അത് തന്നെയാണ്. സെയിൽ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് സെയിൽ ചെയ്യുന്ന പ്രോസസ്സിനാണ് ബൈ മുഅജ്ജൽ. ഇതൊക്കെ എന്താണ്, പരസ്പര വിശ്വാസത്തിന്റെ പേരിലാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്യുമെന്റേഷന്റെ അഭാവം ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ തെളിവ് ആരാണ്, വിറ്റ്നസ്, സാക്ഷിയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, അതിനുത്തരം പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഖുർആൻ want to commercial morality of the highest standard, the most practical manner. The man has been advised to do business as if all transactions are to be carried out in the presence of God Almighty. എന്താണ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും നടത്തേണ്ടത്. അടുത്ത ഗൈഡ് ലൈൻസ് ടു ദ
ഡെപ്റ്റർക്കുള്ള ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. പർച്ചേസ് എനിത്തിങ് ഓൺ ക്രെഡിറ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ്. കടത്തിന് വാങ്ങുന്നതല്ല, വാങ്ങുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. ആർ ബിലോ പ്രോഫിറ്റ് ആൾസോ ഡീൽ ഇൻ ക്രെഡിറ്റ്. നബി എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? കടത്തിന് കച്ചവടമൊക്കെ ഡീൽ ചെയ്തിരുന്നു. ബട്ട് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ദ ഡെപ്റ്റർ, ഒരു ഡെപ്റ്റർ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു റീപേ, റീപ്ലേ അല്ല റീപേ ആണ് കേട്ടോ. ടു റീപേ ദ എമൗണ്ട് ഇൻ ടൈം ആസ് ഹി പ്രോമിസ്ഡ് ഓർ ദി ടൈം. അത് എപ്പോഴാണോ അയാൾ പ്രോമിസ് ചെയ്തത്. ഇപ്പോൾ ഒരു ഡെപ്റ്റർ, നിങ്ങൾ കടം വാങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾ പ്രോമിസ് കൊടുത്തു അടുത്ത മാസം 1-ാം തീയതി ഞാൻ എന്ത് ചെയ്യുക, ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു തരാം. അപ്പം എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ടുള്ള സമയത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ഒരു ഡെപ്റ്ററെ ക്രെഡിറ്റ് ഡിമാൻഡഡ് ആൻഡ് മ്യൂച്വലി എഗ്രീഡ്. എന്താണ് ക്രെഡിറ്റഡ്, ഡിമാൻഡഡ് ആൻഡ് മ്യൂച്വലി എഗ്രീഡ്. പ്രോമിസഡ് ഓർ ദി ക്രെഡിറ്റർ ഡിമാൻഡഡ് ആൻഡ് മ്യൂച്വലി എഗ്രി. നമ്മൾ മ്യൂച്വലി എഗ്രിമെന്റ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ പ്രോമിസ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റർ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് ആ എമൗണ്ട് റീപേ ദ എമൗണ്ട്, ആ എമൗണ്ട് റീപേ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ഒരു കടം വാങ്ങിയ ആളുടെ ഡ്യൂട്ടി. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വാക്ക് പാലിക്കാതിരിക്കാൻ പാടില്ല. Any act or denial of act in way not to repay or procrastinate the repayment will be injustice toward to the other party. ഒരാളോട് വാക്ക് പാലിക്കാതിരുന്നാൽ, കോൺട്രാക്ട് ലംഘിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ എന്താണ്? അത് ഇൻജസ്റ്റിസ് ആണ്, ഒരിക്കലും നീതിപൂർവമായിട്ടുള്ള കാര്യം. നമ്മൾ കച്ചവടത്തിന്റെ ഷർത്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അവിടെ എന്ത് വേണം? ജസ്റ്റിസ് വേണം എന്ന് പറയുന്നത്. A debtor who has the ability to pay and yet he is not repaying the money can be arrested. ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അയാൾ കടം വാങ്ങി തിരിച്ചടച്ചില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? അറസ്റ്റ് ചെയ്യുക. ഇസ്ലാം കൺസിഡർ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സിൻ ടു ഡൈ ലീവിങ് ദ ഡെപ്റ്റ് അൺപെയ്ഡ്. കടം തിരിച്ചടക്കാതിരിക്കുക എന്നുള്ളത് എന്താണ്? ഒരു വലിയ അപരാധമായിട്ട് തന്നെയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് ചോദിക്കും അയാൾക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ. അതുകൊണ്ടാണ് എന്തെങ്കിലും ബാധ്യത ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്? ചെറിയൊക്കെ എഴുതി തള്ളാൻ പറഞ്ഞിട്ടും ബാക്കി ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യുന്നത്? എൻ്റെ മക്കളൊക്കെ ആ ബാധ്യതകളെ ഏറ്റെടുക്കുന്നത്. ഇസ്ലാം എന്താണ്? കടം എന്ന് പറയുന്നത്, ഡെപ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു പാപമായിട്ട് തന്നെയാണ് അത് തിരിച്ചടക്കാത്തത് ഇസ്ലാം ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെപ്റ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അയാളെടുത്ത ലോൺ എമൗണ്ട് റീപേ ചെയ്യുക എന്നുള്ളതാണ് ആ റെസ്പോൺസിബിലിറ്റി. ഒരു ഡെപ്റ്ററെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സമയത്തിന് കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യുക? തിരിച്ചടക്കുക. അതിനെന്ത് ചെയ്യുക? ആ കടം കൊടുത്ത ക്രെഡിറ്റർക്ക് അതിന് നന്ദി, അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക? ക്രെഡിറ്റർക്ക് ആൻഡ് പേ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ക്രെഡിറ്റർ വർ റീപേയിങ് ദി എമൗണ്ട്. ആ എമൗണ്ട് റീപേ ചെയ്യുന്ന സമയത്ത് കടം കൊടുത്ത ആൾക്ക് അതിന് നന്ദി രേഖപ്പെടുത്തും. അടുത്ത ഗൈഡൻസ് ടു ദ ക്രെഡിറ്റേഴ്സിനുള്ള ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡെപ്റ്റ് with a settled due date, the creditor cannot ask for earlier repayment so long as the debtor does not transgress the terms and conditions. നമ്മളൊരു വാക്ക് പറഞ്ഞു, ഇപ്പോൾ ജനുവരിയിൽ കടം കൊടുത്തിട്ട് മാർച്ച് 30-ാം തീയതി എനിക്ക് തിരിച്ചു തന്നാൽ മതി. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ സെറ്റിൽമെന്റ് ഡ്യൂ ഡേറ്റിന്റെ മുമ്പായിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? കനോട്ട് ആസ്ക് ദ ഏർലിയർ റീപേയ്മെന്റ്. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഏർലിയർ റീപേയ്മെന്റ് ചോദിക്കാൻ. നിങ്ങൾ ഫിക്സഡ് പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീരീഡിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറയണം ഞാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് തരണം. അതാണ് ഒരു ക്രെഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്ത സബ്സ്റ്റാൻസ് ഓഫ് ലോൺ. ഓക്കെ, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ലോൺ. The subject matter of loan is very important because it decides the validity of the loan contract. നമ്മൾ കോൺട്രാക്ട് പഠിച്ചതാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, the card can be given the form of money or any other kinds provided it is permissible. നമുക്കറിയാം കർദ് നമ്മൾ പഠിച്ചു. കർദ് എന്താണ്? പെർമിസിബിൾ ആണ്. അത് കമ്മോഡിറ്റിയോ അല്ലെങ്കിൽ ക്യാഷോ എന്തായാലും it has legal value and available the or similar one for repayment of loan.
ഒന്നുമില്ലെങ്കിൽ അതേ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, തിരിച്ച് കൊടുക്കുക. However, the scholars differed as to whether the borrower is held to be responsible for something that destroyed while he was using it for a purpose other than that for which it was borrowed. One group said that he is to be held accountable for it whether he abused it or not. ഒരാൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ ആളെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ആൾ റെസ്പോൺസിബിൾ ആണ്, ആ ബോറോവർ റെസ്പോൺസിബിൾ ആണ്. Another group said that he is to be held accountable for it he did not abuse because a person cannot held accountable if he did not abuse it. Because the borrower takes it with the permission of the owner, so it is a trust for him like something with which one is entrusted. അവർ പരസ്പര വിശ്വാസത്തിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ the borrower has to look after the loaned item, take care of it and hasten to return to its owner when he no longer has any need of it. നിങ്ങൾ ഒരാളിൽ നിന്ന് ഒരു സാധനം ഉപയോഗിക്കാൻ വാങ്ങി, ഒരു 6 മാസത്തിന് ഉപയോഗിക്കാൻ വാങ്ങിയാൽ അത് കൃത്യമായിട്ട് അത് സൂക്ഷിക്കും വേണം, അതിന് നല്ല കെയർ കൊടുക്കണം. ആരാൻ്റെ സാധനമാകുമ്പോൾ മറ്റുള്ളവരുടെ സാധനമാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കെയർ കൊടുക്കുക. അതിന് നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തിരിച്ച് കൊടുക്കും ചെയ്യണം. ഓക്കെ, ഈ ഷുഡ് നോട്ട് ബി നെഗ്ലിജൻറ്റ് കൺസേൺ ഇതായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നെഗ്ലിജൻറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൈം വാല്യൂ ഓഫ് മണി ഇൻ ലോൺസ് ആൻഡ് ഡെപ്റ്റ്. ടൈം വാല്യൂ ഓഫ് മണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The time value is approved by the Sharia in trading exchange of real goods but not in qard or dain against which one cannot derive any benefit. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം വാല്യൂ ഇസ്ലാമിൽ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് ദെയർ usufruct is a major part of any business transaction, and for the purpose of pricing, the place and the time of transaction are crucial factors. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൈസിങ് ദ പ്ലേസ് ആൻഡ് ടൈം ഓഫ് ട്രാൻസാക്ഷൻ ആർ ക്രൂഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ അവിടെ എന്താണ്, ടൈമിന് പ്രധാനപ്പെട്ട ഒരു റോള് ഉണ്ട്. ഓക്കെ, പ്രൈസ് ചെയ്യുമ്പോൾ ഗുഡ്സ് ആൻഡ് ദെയർ usufruct, അതിന് ഗുണഫലം, അതാണ് usufruct എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഫലത്തിനെയാണ് usufruct, ഫലഭോഗം എന്നൊക്കെ പറയാം. അപ്പോൾ ഏതൊരു ബിസിനസ്സിൽ എന്താണ്, നമ്മളൊരാൾക്ക് റെന്റിന് കൊടുക്കണം, അപ്പോൾ അവിടെയൊക്കെ എന്താണ്, അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസും. The Sharia does recognize differences in value due to place and time elements and does not prohibit realize the time value of money in a genuine business transaction based on exchange. ഇസ്ലാം എന്ത് ചെയ്യില്ല, ടൈം വാല്യൂവിനെ പ്രൊഹിബിറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ സെയിൽ ആൻഡ് ലീസിങ് പ്രോസസ്സിലൊക്കെ നമ്മൾ ഓരോ ഫിക്സഡ് പീരീഡിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, ലീസിങ് പ്രോസസ്സ് നടത്താറുള്ളത്. While in trading of goods, it is permitted that the credit price of a commodity be different from its cash price. നമ്മൾ പഠിച്ചിരുന്നു, ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ക്രെഡിറ്റ് പ്രൈസിന് ക്യാഷ് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യണം, 2 പ്രൈസിന് വിൽക്കാം. പക്ഷെ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒന്നാണ് ഒറ്റ ട്രാൻസ്ഫർ. ഇപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രെഡിറ്റിന് കൊടുക്കാൻ പറ്റില്ല, ക്യാഷിന് കൊടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനാണ് ഒരാൾക്ക്. No value can be assigned to the time given for payment of a receiver once its amount mutually stipulated. രണ്ടാളും മ്യൂച്വലി എഗ്രി ചെയ്ത ഒരു കാര്യങ്ങളായിരിക്കണം അതിൻ്റെ ടൈം വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അധികമായിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അതിന് ഇപ്പോൾ $100 നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ $100 തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ എക്സ്ചേഞ്ച് തിരിച്ചും നടക്കാൻ പാടുള്ളൂ. Under the conventional financial system, the calculation of return for the investment or lending calculated using the compounded interest over the period of the investment. പക്ഷെ നോർമൽ ഇതിൽ നമുക്കറിയാം എത്ര വർഷത്തിനാണെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ് ഇതിൽ കാണുക, സാധാരണ ലോണിങ് ബാങ്കിങ് സിസ്റ്റത്തിൽ കാണാറുള്ളത്. ഓക്കെ, പക്ഷെ ഇസ്ലാമിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇസ്ലാമിക് ബാങ്കിങ് ഒരു ഇസ്ലാം ഫിനാൻസ് ഡസ് നോട്ട് അക്സെപ്റ്റ് എനി ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായി,
ടൈം വാല്യൂ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായിട്ട് മാറി? റിബായിട്ട് മാറി. Under the Islamic financial system, it recognizes time value in sales instead of time value in loan. Time value സെയിൽസിൽ മാത്രമാണ് നമ്മൾ ടൈം വാല്യൂ പരിഗണിക്കുന്നത് ഉള്ളൂ. Value in sales involved with the sales transaction where the buyer is allowed making payment through deferred payment term provided both parties have agreed with the terms and conditions. ഇപ്പോൾ ഒരാൾ ഡെഫേർഡ് പേയ്മെന്റിനാണ് നിങ്ങൾ കൊടുക്കുന്നത്, തവണകളായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് സെയിൽസിന് വേറെ വിലക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അവിടെ എന്ത് പരിഗണിക്കുന്നുണ്ട്? സെയിൽസിൽ ഇസ്ലാമിൽ ടൈം വാല്യൂ പരിഗണിക്കുന്നുണ്ട്. ഡെഫേർഡ് പേയ്മെന്റിന്റെ കണ്ടീഷൻസ് സമയത്തൊക്കെ അത് പരിഗണിക്കുന്നുണ്ട്. അണ്ടർ ദിസ് കൺസെപ്റ്റ് ഇസ്ലാം ഫിനാൻസ് ഹാസ് യൂസ്ഡ് ദ പ്രിൻസിപ്പിൾ ബൈ ബിത്തമാൻ ആജിൽ ബൈ അൽ സലാം ഇൻ ദ ഫൈനാൻസിങ്. ഡെഫേർഡ് പേയ്മെന്റിനാണ് ബൈ ബിത്തമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് എ കൺക്ലൂഷൻ, പ്രോഫിറ്റ് ജനറേറ്റഡ് ഫ്രം ലെൻഡിങ് ദ മണി ഈസ് നോട്ട് അലൗഡ് ഇൻ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം. ഒരാൾക്ക് ക്യാഷ് കടം കൊടുത്താണ്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ ഒരു വർഷത്തേക്കാണ് തരുന്നത്, അവിടെ എനിക്ക് ഇത്ര പൈസ കൂടുതൽ തരണം എന്നുള്ളൊരു ഡിമാൻഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ഇസ്ലാമിക് ഫിനാൻസിൽ വെക്കാൻ പാടില്ല. ആ മണിന്റെ പേരിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്തായിട്ട് മാറും? അതിനാണ് പലിശ ആയിട്ട് മാറും, റിബായിട്ട് മാറും. അത് ഇൻജസ്റ്റിസ് ആണ്, അത് ഫോർബിഡൻ ആണ്. പക്ഷെ സെയിൽസ് കോൺട്രാക്റ്റിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? ടൈം വാല്യൂ പരിഗണിക്കാൻ പറ്റും. അടുത്ത ടെർമിനേഷൻ ഓഫ് ലോൺ കോൺട്രാക്ട്. ഒരു ലോൺ കോൺട്രാക്ട് എങ്ങനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. The simple loan contract is terminated if any of the following events. ഒന്ന്, if the lender recalls the loans, the contract is voided and terminated. ലെൻഡർ എപ്പോഴാണോ അത് തിരിച്ചു ചോദിച്ചത് ആ സമയത്ത് എന്ത് ചെയ്യുക? ആ ലോൺ കോൺട്രാക്ട് ടെർമിനേഷൻ ചെയ്യാം. If the borrower returned the lend object to the lender, the contract is voided and terminated at the time. ഇപ്പോൾ കടം വാങ്ങിയ ആള് ബോറോവർ ഡെപ്റ്റർ എന്ത് ചെയ്തു? ആ പ്രോഡക്റ്റ് തിരിച്ചു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യും? ആ ലോൺ കോൺട്രാക്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇഫ് ഐദർ ഓർ ലെൻഡർ ഫാൾസ് ഇൻ ടു ലോങ് ടേം ഇൻസാനിറ്റി ഓർ അൺകോൺഷ്യസ്നെസ്, ദ ലോൺ ഈസ് ടെർമിനേറ്റഡ്. ബോറോവർ അല്ലെങ്കിൽ ലെൻഡർ എന്ത് ചെയ്തു? ലോങ് ടേം ആയിട്ട് ഇൻസാനിറ്റി, പാപ്പരത്വം തെളിയിച്ചു, ഓർ അൺകോൺഷ്യസ്, അവർ അൺകോൺഷ്യസ് മൈൻഡ് ആയി കഴിഞ്ഞാലും ആ ലോൺ കോൺട്രാക്ട് അവിടെ എന്ത് ചെയ്തു? ടെർമിനേഷൻ ചെയ്യാം. അത് if either borrower or lender dies, the simple loan is terminated. ആ ബോറോവറോ ലെൻഡറോ അല്ല ഒരാൾ എന്ത് ചെയ്തു? മരിച്ചു കഴിഞ്ഞാലും ആ ലോൺ കോൺട്രാക്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്തു. അത് if the owner means lender is put, ലെൻഡർ എന്ന് പറഞ്ഞാൽ കടം കൊടുത്ത ആള്, is put under legal restraint due to declaring bankruptcy, insolvency, the simple loan contract must be terminated to protect the interest of the creditors. ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പരിഗണിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ എന്ത് ചെയ്യും? ആ ഇൻസോൾവൻസി വന്നു കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യും? ആ ലോൺ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് if either borrower or lender is put under legal restraint due to mental incompetence, mental disorder, mental incompetence എന്തായാലും ലോസ് ഈസ് എലിജിബിലിറ്റി ഫോർ ദ കോൺട്രാക്ട് ആൻഡ് ഇറ്റ് ഈസ് വോയിഡഡ് ആൻഡ് ടെർമിനേറ്റ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? ലോൺ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇതിൽ വരുന്ന ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് ബൈ ഉൽ ദൈൻ. ദൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കടം എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ബൈ ഉൽ ദൈൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഡെപ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക. നമുക്കറിയാം, നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചാണ്. ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി മാർക്കറ്റ്. അവിടെ നമുക്കറിയാം ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ പേപ്പർ, ട്രഷറി ബില്ല്, ബോണ്ടുകൾ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെക്കൻഡറി മാർക്കറ്റിലൂടെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പം അതേപോലെ ഇസ്ലാം ഫിനാൻസിലുള്ള കൺസെപ്റ്റാണ് ബൈ ഉൽ ദൈൻ. സെക്കൻഡറി മാർക്കറ്റ് ട്രേഡിംഗ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഡെപ്റ്റ് ബേസ്ഡ് സെക്യൂരിറ്റീസ് ഈസ് പോസിബിൾ ത്രൂ ബൈ ഉൽ ദൈൻ. ബൈ ഉൽ ദൈൻ എന്നുള്ള കൺസെപ്റ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡറി മാർക്കറ്റിൽ ഡെപ്റ്റ് ബേസ്ഡ് സെക്യൂരിറ്റീസിനെ എക്സ്ചേഞ്ച് സാധ്യമാവും, അല്ലെങ്കിൽ ട്രേഡിങ് സാധ്യമാവും.
അത് മലേഷ്യൻ ബേസ്ഡ് സുക്കൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട്, മലേഷ്യൻ ബേസ്ഡ് സുക്കൂക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സെക്കൻഡറി മാർക്കറ്റിലൂടെ സെയിൽ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ബൈ ഉൽ ദൈൻ. ബൈ ഉൽ ദൈൻ ഈസ് എസെൻഷ്യലി എ കോൺട്രാക്ട് ഓഫ് ദ സെയിൽ ഓഫ് ഡെറ്റ്. സെയിൽ ഓഫ് ഡെപ്റ്റിന്റെ കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ബൈ ഉൽ ദൈൻ എന്ന് പറയുന്നത്. Being a contract of sale, there must be all the elements or pillars of sale contract such as contracting parties, offer and acceptance. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ബൈ ഉൽ ദൈനിൽ ഫോളോ ചെയ്യണം. Between the contracting parties, there must be a subject matter of sale, price, delivery of asset. എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കും എന്ത് നടത്തേണ്ടത്, ബൈ ഉൽ ദൈനും നടത്തേണ്ടത്. ശരിയ സ്കോളേഴ്സ് ഹാവ് ഡിഫൈൻഡ് ഡെപ്റ്റ് ടു ഇൻക്ലൂഡ് എനി മണി ഓൺ ഇൻ എ കോൺട്രാക്ട് ഓഫ് കർദ്, മുറാബഹ. കർദ് നമ്മൾ പഠിച്ചു, മുറാബഹ നമ്മൾ പഠിച്ചതാണ്, ഇജാറ പഠിച്ചതാണ്, ബൈ ബിത്തമാൻ ആജിൽ പഠിച്ചതാണ്, ഡെഫേർഡ് പേയ്മെന്റ് ആൻഡ് മെനി അതേഴ്സ്. എനി ബാസ്ക്കറ്റ് ഓഫ് റിസീവബിൾ ഓൺഡ് ബൈ വൺ പാർട്ടി ടു അനദർ whether they are generated by deferred credit to stale a contract of rent or contract of loan is considered to be debt. Sharia allow the transfer of debt through what it is called assignment of debt or hawala. ഹവാല വഴിയോ അല്ലെങ്കിൽ ഡെപ്റ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിനാണ് എന്ത് പറയുന്നത്, ബൈ ഉൽ ദൈൻ എന്ന് പറയുന്നത്. ദിസ് ട്രേഡിംഗ് ഓഫ് ഡെപ്റ്റ് അറ്റ് പാർ ഈസ് അലൗഡ് യുനാനിമസ്ലി ബൈ ആൾ ഇസ്ലാമിക് ജൂറിസ്റ്റ്. പാർ പറഞ്ഞാൽ പാർ വാല്യൂലാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ട്രേഡിങ്, ഡെപ്റ്റിന്റെ ട്രേഡിങ് നടത്തും. അപ്പോൾ 100 രൂപക്ക് വാങ്ങിയ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം, 100 രൂപക്കാണ് നമുക്ക് മറിച്ച് യുനാനിമസ്ലി എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, പാർ വാല്യൂല് മാത്രം. ആസ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് എനി ബെനിഫിറ്റ് ടു ദ പർച്ചേസർ. പർച്ചേസർക്കോ സെല്ലർക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബെനിഫിറ്റും ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ഓഫ് എലമെന്റ്സ് സച്ച് ആസ് റിബ, ഹൊറർ ആൻഡ് മൈസർ. നമ്മൾ ഹറാമാക്കിയിട്ടുള്ള റിബ, ഹൊറർ, മൈസറൊക്കെ വരാനും പാടില്ല. അങ്ങനത്തെ കേസിലാണ് ഈ പാർ വാല്യൂല് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്റ്റിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്, ബൈ ഉൽ ദൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, പർച്ചേസർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ബൈ ഉൽ ദൈനിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് ട്രഡീഷണൽ മുസ്ലിം jurist unanimous on the point that buy ul dain with discount or premium is not allowed in Sharia. നിങ്ങൾ ഷെയറിന്റെ ചാർട്ടിൽ പഠിച്ചിട്ടുണ്ടാവും പ്രീമിയം, ഡിസ്കൗണ്ട് ഒക്കെ. അപ്പൊ പ്രീമിയം ഡിസ്കൗണ്ടിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല. അതെന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് അലൗഡ് ഇൻ ഷെരിയ. പാർ വാല്യൂല് മാത്രമാണ് ഡെപ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ബൈ ഉൽ ദൈൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക.